നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. വൻമതിലിടിഞ്ഞു സ്പെയിൻ. ഡൽഹിയിൽ വൻ സംഘർഷം, പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ബലപ്രയോഗം. നിരാഹാരം അവസാനിപ്പിച്ച് അഭിജിത് ദീപ് കെ. പ്രതിഷേധം ശക്തമായതോടെ CJP നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ച് കേന്ദ്രം. നിതിൻ രാജിന്റെ ആത്മഹത്യ, മുഖ്യപ്രതി ഡോക്ടർ MK റാം പിടിയിൽ. മഹാരാഷ്ട്രയിൽ വാഹനാപകടം, ലോറി കാറിലേക്ക് ഇടിച്ചു കയറി തീപിടിച്ചു, 6 മരണം. നെന്മാറ ഇരട്ടക്കൊലപാതകം, പ്രതി ചെന്തമരയ്ക്ക് വധശിക്ഷ. സെർവർ തകരാർ, സംസ്ഥാനത്ത് റേഷൻ വിതരണം പൂർണ്ണമായി സ്തംഭിച്ചു. പവർ കട്ട് അരമണിക്കൂർ മാത്രം, അത് കഴിഞ്ഞ് സർജറി ചെയ്യണം, ആശുപത്രിയെ പഴിച്ചു ആരോഗ്യമന്ത്രി. തിരുവനന്തപുരത്ത് സർക്കാർ ആശുപത്രിയിൽ കരണ്ട് പോയി, മുറിവ് വെച്ചു കെട്ടിയത് മൊബൈൽ വെളിച്ചത്തിൽ. ഡൽഹിയിൽ വൻ സംഘർഷം, പ്രതിഷേധക്കാർക്ക് നേരെ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിലേക്ക് നടന്ന മാർച്ചിൽ സംഘർഷം. കോക്രോച്ച് ജനതാ പാർട്ടി ആഹ്വാനം ചെയ്ത മാർച്ചിൽ ആയിരക്കണക്കിന് ആളുകളാണ് അണിനിരുന്നത്. എന്നാൽ ഈ മാർച്ചിന് അനുമതി നൽകാതെ പോലീസ് പ്രതിഷേധം അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. പാർലമെന്റ് വർഷകാല സമ്മേളനം തുടങ്ങുന്ന സാഹചര്യവും പാർലമെന്റ് മാർച്ചും കണക്കിലെടുത്ത് ഇന്നലെ തന്നെ ഡൽഹി നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് സംഘർഷം ഉടലെടുത്തതോടെ പാർലമെന്റ് ഗേറ്റുകൾ അടച്ചു. പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യാനെത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ബലപ്രയോഗിച്ചു. പ്രവർത്തകരെ സ്ഥലത്തു നിന്ന് നീക്കാനായി ലാത്തി ചാർജും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. പ്രകാശ് ഉൾപ്പെടെയുള്ളവർക്ക് നേരെ പോലീസ് ലാത്തി വീശി. കൂടുതൽ പോലീസുകാരെ സ്ഥലത്ത് വിന്യസിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അർദ്ധസൈനിക വിഭാഗവും എത്തുമെന്നാണ് വിവരം. പാർലമെന്റ് പരിസരത്തും ജന്തർ മന്ദിറിലും ജാമർ ഉപയോഗിച്ച് ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ജന്തർ മന്ദിറിലേക്ക് എത്താൻ കഴിയുന്ന എല്ലാ മെട്രോ സ്റ്റേഷനുകളിലൂടെയും ഗേറ്റ് അടച്ചു. ജന്തർ മന്ദിറിൽ നിന്നും കൂടാതെ ഡൽഹിയിലെ തന്ത്രപ്രധാന സ്ഥലമായ കോൺടാക്ട് പ്ലേസിൽ നിന്നും പ്രവർത്തകർ ഇന്റർനെറ്റ് പ്രതിഷേധവുമായി പ്രവർത്തകർ എത്തുന്നുണ്ട്. പ്രദേശത്തും മന്ത്രിമാരുടെയും MPമാരുടെയും വസതികൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടു. പോലീസ് ബലം പ്രയോഗിച്ചും പിന്മാറാൻ പ്രതിഷേധക്കാർ തയ്യാറായില്ല. പാർലമെന്റിന് മുന്നിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സമരക്കാർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ലാത്തിച്ചാർജ് നടത്തുകയും ചെയ്തതോടെ സമരക്കാർക്ക് ഐക്യദാർഢ്യവുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബി, മുതിർന്ന നേതാവ് ബൃന്ദ കാരാട്ട്, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ വിജു കൃഷ്ണൻ, മറിയം ദബിളെ എന്നിവർ ജന്തർ മന്ദിറിലെത്തി. നിരാഹാരം അവസാനിപ്പിച്ച് അഭിജിത് ദീപ് കെ. പ്രതിഷേധം ശക്തമായതോടെ CJP നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ച് കേന്ദ്രം. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻജിയെ രാജിവെ ആവശ്യപ്പെട്ട ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് നേരെയുള്ള പോലീസ് ലാത്തിച്ചാർജിൽ തലസ്ഥാനം പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. പ്രതിഷേധം ശക്തമായിരിക്കെ സോനം വാങ്ചുക്കിന്റെ അഭ്യർത്ഥന പ്രകാരം CJP സ്ഥാപകൻ അഭിജിത് ദീപ് കെ നിരാഹാരം അവസാനിപ്പിച്ച പാർലമെന്റിലേക്കുള്ള മാർച്ചിൽ പങ്കെടുത്തു. സഫ്ദർജംഗ് ആശുപത്രിയിൽ കഴിയുന്ന സോനം വാങ്ചുക് അഭിജിത് ദീപ് കെയോട് നിരാഹാരം അവസാനിപ്പിക്കാൻ പറഞ്ഞുവെന്ന് ANA റിപ്പോർട്ട് ചെയ്തു. ജൂലൈ 18-ന് സോനം വാങ്ചുകിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്നാണ് അഭിജിത് ദീപ് കെ നിരാഹാരം തുടങ്ങിയത്. അതേസമയം പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ CJP നേതാക്കളെ ബന്ധപ്പെട്ടുവെന്നും CJP ആവശ്യപ്പെട്ട പ്രകാരം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി സംസാരിക്കാൻ അവസരമൊരുക്കിയുമെന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടി പ്രതിനിധികളായ സൗരവ് ദാസിനെയും ദേശീയ വക്താവ് അശുതോഷ് രംഗയെയും CJP കൂടിക്കാഴ്ചയിൽ അയച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. വിവരം സൗരവ് ദാസ് Xലൂടെ പങ്കുവച്ചതായും ANAയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പാതിരാവിൽ ചാമ്പ്യൻ പിറന്നു. ലോക ഫുട്ബോൾ വീണ്ടും സ്പാനിഷ് വസന്തം. നിലവിലെ ചാമ്പ്യന്മാരെ അർജന്റീനയായ 1 ഗോളിന് തോൽപ്പിച്ച് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളായി. 2ാം കിരീടമാണ്. 2010-ലായിരുന്നു ആദ്യത്തേത്. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസാണ് യൂറോപ്യൻ സംഘത്തിന്റെ വിജയ ഗോൾ കുറിച്ചത്. നിശ്ചിത സമയം ഇരു ടീമുകൾക്കും ലക്ഷ്യം കാണാനായില്ല.
എൽസോ ഫെർണാണ്ടസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ 10 പേരുമായാണ് അർജന്റീന അധിക സമയം കളിച്ചത്. ലക്ഷ്യത്തിലെത്തിയേക്ക് ഒറ്റ ഷോട്ടും തൊടുക്കാനാകാതെയാണ് ലയണൽ മെസ്സിയുടെ അർജന്റീന മടങ്ങിയത്. 11 രക്ഷപ്പെടുത്തലുകൾ നടത്തിയ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് പലപ്പോഴും രക്ഷകനായി. ഫ്രാൻസിനെ 64 മറികടന്ന് ഇംഗ്ലണ്ട് 3-ാം സ്ഥാനം സ്വന്തമാക്കി. 1966 ലോക ജേതാക്കളായതിനു ശേഷമുള്ള ഇംഗ്ലണ്ടിന്റെ വലിയ നേട്ടമാണ് സെമിയിൽ അർജന്റീനയോട് 21-ന് തോറ്റ ഇംഗ്ലണ്ട് ഫ്രാൻസിനെതിരെ ഉശിരൻ പ്രകടനം പുറത്തെടുത്തു. ആദ്യ പകുതിയിൽ 4 ഗോളാണ് അടിച്ചുകൂട്ടിയത്. ഗോളടിക്കാരനായ ഹാരി കെയർ ഇറങ്ങാതെയാണ് ഈ നേട്ടം. പകരക്കാരനെത്തിയാണ് ജൂഡ് ബെല്ലിംഗ്ഹാം ഗോളടിച്ചത്. ബുക്കായോ സാക്ക ഹാട്രിക് നേടി. 3-ാം മിനിറ്റിൽ ഡക്ലൻ റൈസാണ് ഇംഗ്ലണ്ടിനെ ഗോളടിക്ക് തുടക്കമിട്ടത്. എസ്ട്രി കോൺസ 18 മിനിറ്റിൽ ലീഡ് ഉയർത്തി. 37, 45, 87 മിനിറ്റുകളായിരുന്നു സക്കറിയുടെ ഗോളുകൾ. പരിക്കു സമയത്ത് ബെല്ലിംഗ്ഹാം ജയം പൂർത്തിയാക്കി. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഗോളെണ്ണം 300 കടന്നു. 104 കളിയിൽ 308 ഗോളാണ് പിറന്നത്. ഫ്രാൻസ് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ തുടർച്ചയായ 2-ാം തവണയും ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി. 8 കളിയിൽ 10 ഗോളും 4 അവസരവുമാണ് മുന്നേറ്റക്കാരന്. നിതിൻ രാജിന്റെ ആത്മഹത്യ, മുഖ്യപ്രതി ഡോക്ടർ MK റാം പിടിയിൽ. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ അധ്യാപകരുടെ ജാതീയ അധിക്ഷേപത്തെ തുടർന്ന് ജീവനൊടുക്കിയ ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണത്തിൽ മുഖ്യപ്രതിയായ ഡോക്ടർ MK റാം പിടിയിൽ. കുടകിൽ നിന്നും ഞായറാഴ്ച അർദ്ധരാത്രിയാണ് പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ തിങ്കൾ രാവിലെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ഓഫീസിൽ എത്തിച്ചു. സുപ്രീം കോടതി കൂടെ മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് റാം ഒളിവിൽ പോയത്. കേസിൽ പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിൽ കോടതിയിൽ നിന്നും പോലീസിന് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. കർണാടക, ആന്ധ്ര തുടങ്ങിയ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിയുന്നവരായിരുന്നു. നേരത്തെ റാമിനെ തേടി അന്വേഷണ സംഘം ആന്ധ്രയിലെ ചിറ്റൂരിലെത്തിയിരുന്നു. എന്നാൽ റാം അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. റാമിന് ഒളിവിൽ കഴിയാൻ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സഹായമുണ്ടായിരുന്നോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതു മുതൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയെന്നും SP മാധ്യമങ്ങളോട് പറഞ്ഞു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിൽ മാസങ്ങൾക്ക് ശേഷമാണ് റാമിനെ പിടികൂടിയത്. സംഭവത്തിൽ കൂട്ടുപ്രതി അധ്യാപിക ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. അധ്യാപകരുടെ മോശമായ പെരുമാറ്റവും ജാതീയാധിക്ഷേപവും ഭീഷണിയും മൂലമാണ് നിതിൻ രാജ് കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ചത് എന്നാണ് കുടുംബത്തിന്റെ പരാതി. തിരുവനന്തപുരത്ത് സർക്കാർ ആശുപത്രിയിൽ കറന്റ് പോയി, മുറിവ് വെച്ച് കെട്ടിയത് മൊബൈൽ വെളിച്ചത്തിൽ, ഗുരുതര വീഴ്ച. തിരുവനന്തപുരം പാലോട് CHSCയിൽ മുറിവേറ്റ് വന്ന രോഗിയെ ചികിത്സിക്കുന്നതിൽ ഗുരുതര വീഴ്ച. രോഗിയുടെ മുറിവ് വെച്ചു കെട്ടിയത് മൊബൈൽ ഫോണിലെ വെളിച്ചത്തിലാണ്. ആശുപത്രിയിൽ വൈദ്യുതി ഇല്ലായിരുന്നതിനാലാണ് മൊബൈൽ വെളിച്ചത്തിൽ ചികിത്സ നടത്തിയതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. തിങ്കൾ രാവിലെയാണ് സംഭവം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ വിദൂര സ്വദേശി മുറിവ് വെച്ചുകെട്ടാനാണ് CHCയിൽ എത്തിയത്. എന്നാൽ ആശുപത്രിയിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. തുടർന്ന് രോഗിക്കൊപ്പം വന്നയാളെ കൊണ്ട് മൊബൈൽ ഫോൺ വെളിച്ചമടിപ്പിച്ച് മുറിവ് വെച്ചു കെട്ടുകയായിരുന്നു. ആശുപത്രിയിൽ ജനറേറ്റർ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചു ദിവസങ്ങളായി അത് പ്രവർത്തനരഹിതമാണെന്നാണ് വിവരം. എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ ആരും ഇടപെട്ടിരുന്നില്ല. പവർ കട്ട് അരമണിക്കൂർ മാത്രം, അത് കഴിഞ്ഞ് സർജറി ചെയ്യണം, ആശുപത്രിയെ പഴിച്ചു ആരോഗ്യമന്ത്രി. തിരുവനന്തപുരം പാലോട് CHCയിൽ മുറിവേറ്റ് വന്ന രോഗിയെ മൊബൈൽ വെളിച്ചത്തിൽ ചികിത്സാ സംഭവത്തിൽ ആശുപത്രിയെ പഴിച്ചു ആരോഗ്യമന്ത്രി K മുരളീധരൻ. വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെങ്കിൽ ജനറേറ്റർ ഉപയോഗിക്കണം, അതുമല്ലെങ്കിൽ പവർ കട്ട് കഴിഞ്ഞ് സർജറി ചെയ്താൽ മതിയെന്നുമാണ് ആരോഗ്യമന്ത്രിയുടെ വാദം. പവർ കട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അനിവാര്യമാണെന്നും മുരളീധരൻ പറഞ്ഞു. ആശുപത്രിയിൽ വൈദ്യുതി പോയതിനെ തുടർന്നാണ് മൊബൈൽ വെട്ടത്തിൽ മുറിവ് വെച്ചു കെട്ടിയെന്ന ആശുപത്രി അധികൃതർ വിശദീകരണം നൽകിയതിന് പിന്നാലെയാണ് ആശുപത്രി അധികൃതരോട് പഴിച്ച് ആരോഗ്യമന്ത്രി രംഗത്ത് വന്നത്.
ഇന്നത്തെ സാഹചര്യത്തിൽ പവർ കട്ടും അനിവാര്യമാണ്. അതുകൊണ്ട് ആശുപത്രി കാരണങ്ങൾ മുടങ്ങാനും പാടില്ല. പവർ കട്ടുണ്ടെങ്കിൽ സർജറി അരമണിക്കൂർ കഴിഞ്ഞ് ചെയ്യണം. അരമണിക്കൂർ അല്ലേ പവർ കട്ടുള്ളൂ എന്ന് മുരളീധരൻ പറഞ്ഞു. സെർവർ തകരാർ, സംസ്ഥാനത്ത് റേഷൻ വിതരണം പൂർണ്ണമായും സ്തംഭിച്ചു. സംസ്ഥാനത്ത് റേഷൻ വിതരണം പൂർണ്ണമായും സ്തംഭിച്ചു. ഈ പോസ് മെഷീനുകൾ പ്രവർത്തിക്കാത്തതാണ് സംസ്ഥാനത്തുടനീളം റേഷൻ വിതരണം മുടങ്ങാൻ കാരണമായത്. സെർവർ തകരാറാണ് സാങ്കേതിക പ്രശ്നങ്ങൾക്ക് പിന്നാലെയെന്ന പ്രാഥമിക വിവരം. ഇന്ന് രാവിലെ മുതൽ തന്നെ റേഷൻ വലിയ പ്രതിസന്ധിയിലാണ് നേരിടുന്നത്. മണിക്കൂറോളം ക്യൂ നിന്ന പലർക്കും വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നിരാശയോടെ മടങ്ങേണ്ടി വന്നു. കോഴിക്കോട് നഗരത്തിലെ ഭൂരിഭാഗം റേഷൻ കടകളും ഉച്ചയോടെ അടച്ചിട്ട നിലയിലാണ്. ഈ പോസ് മെഷീനുകളുടെ സെർവർ കേരളത്തിന് പുറത്തായതിനാൽ തകരാർ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയില്ലെന്ന വിവരമാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും വ്യാപാരികൾക്ക് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാന IT സെല്ലിൽ നിന്നും കൃത്യമായ പ്രതികരണമോ സഹായമോ ലഭിക്കുന്നില്ലെന്ന് റേഷൻ വ്യാപാരികൾ പരാതിപ്പെടുന്നു. എപ്പോൾ മുതൽ വിതരണം പുനരാരംഭിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ നിലവിൽ യാതൊരു വ്യക്തതയുമില്ലാത്തത് വ്യാപാരികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. നെന്മാറ ഇരട്ടക്കൊലപാതകം പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പോത്തുണ്ടി ബോയൻ ഉന്നതിയിൽ തിരുത്തമ്പടം സുധാകരൻ 55, അമ്മ ലക്ഷ്മി 75 എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് 4ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് ശിക്ഷ വിധിച്ചത്. വധശിക്ഷയ്ക്ക് പുറമെ 20 ലക്ഷം രൂപ പിഴയും അടക്കണം. ഇത് ചെന്താമരയ്ക്ക് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വഹിക്കണം. ഈ പണം സുധാകരന്റെ മക്കൾക്ക് ഉടൻ നൽകണമെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് 13-ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇരട്ടക്കൊലയ്ക്ക് BNS 1031, സുധാകരനെ തടഞ്ഞുവെച്ചതിന് BNS 1262 വകുപ്പുകൾ പ്രകാരമാണ് കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കോടതി പറഞ്ഞു. സുധാകരന്റെയും സജിതയുടെയും മക്കൾ അഖിലയും അതുല്യയും ശിക്ഷാവിധി കേൾക്കാൻ കോടതിയിലെത്തി. 2025 ജനുവരി 27-നാണ് കേസിനാസ്പദമായ സംഭവം. സുധാകരന്റെ ഭാര്യ സജിത 35-ന് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമര ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് ഇരട്ടക്കൊലപാതകം നടത്തിയത്. ഭാര്യയും മകളും പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസിയായ സജിതയും കുടുംബവുമാണെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിനുള്ള വാദപ്രതിവാദങ്ങളെല്ലാം പൂർത്തിയായത്. വധശിക്ഷ തന്നെ ചെന്താമരക്ക് നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. സമൂഹത്തിന് ഭീഷണിയായ പ്രതിയെ ഒരു തരത്തിലും പുറത്തുവിടരുതെന്നും മാനസാന്തരപ്പെടാൻ ഒരു തരത്തിലും സാധ്യതയില്ലാത്ത പ്രതിയാണ് ചെന്താമരയെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. 2019 ആഗസ്റ്റ് 31-നാണ് സജിതയെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നത്. ആദ്യ കൊലപാതകത്തിൽ 2025 ഒക്ടോബർ 15-ന് ഇരട്ട ജീവപര്യന്തവും 3.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. ചെന്താമര പ്രതിയായ ആദ്യ കേസിൽ വിധി പറഞ്ഞ ജഡ്ജി തന്നെയാണ് രണ്ടാമത്തെ കേസിലും വിധി പറയുന്നത്. MJ വിജയകുമാറാണ് 2 കേസുകളിലും പബ്ലിക് പ്രോസിക്യൂട്ടർ. ചുരുങ്ങിയ കാലയളവിൽ 132 സാക്ഷികളിൽ നിന്നും പ്രോസിക്യൂഷൻ തെളിവിലേക്ക് ആവശ്യമായ 81 സാക്ഷികളെയും 91 രേഖകളും 28 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കി. ആലത്തൂർ DYSP മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചത്. മാനന്തവാടി ബോയ്സ് ടൗൺ വിമാനത്താവളം റോഡ് സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തികൾ വേഗത്തിലാക്കും. മാനന്തവാടി ബോയ്സ് ടൗൺ പേരാവൂർ ശിവപുരം മട്ടന്നൂർ വിമാനത്താവളം റോഡിന്റെ സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ ജില്ലാ കളക്ടർ വി. വിഷ്ണുരാജിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. റോഡ് കടന്നുപോകുന്ന സ്ഥലത്തെ കെട്ടിടങ്ങളുടെയും മരങ്ങളുടെയും കണക്കെടുത്ത് മഹസൻ തയ്യാറാക്കുന്നതിനും വിലനിർണ്ണയം നടത്തുന്നതിനും സമയബന്ധിതമായി നടപടികൾ കൈക്കൊള്ളണം. ഇതിനായി നിലവിലുള്ളതിന് പുറമെ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കും. സർവേ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിനായി കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. സർവേ നടപടികളുടെ ഭാഗമായി കൂടുതൽ ഉപകരണങ്ങളും ജീവനക്കാരെയും ലഭ്യമാക്കും. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ സർവേ വിഭാഗവുമായി ചേർന്ന് നടപടികൾ വേഗത്തിലാക്കും. KRFB-യുമായി ചേർന്ന് റോഡ് കടന്നുപോകുന്ന ഭാഗങ്ങളിൽ സംയുക്ത പരിശോധന നടത്തും. എത്രയും വേഗം സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി
റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൈമാറാൻ കഴിയണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. റവന്യൂ സർവേ തുടങ്ങിയ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ശ്രീകണ്ഠപുരത്തെ ബസ് പദ്ധതി പ്രദേശം സന്ദർശിച്ച വൈദ്യുതി മന്ത്രി പ്രവൃത്തി പുരോഗതി വിലയിരുത്തി. പദ്ധതി ഡിസംബറിൽ കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷ. പകൽ സമയം സൗരോർജ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് ഡിസ്ട്രിക്റ്റിന്റെ ശ്രീകണ്ഠപുരത്തെ വൈദ്യുതി പ്രദേശം സന്ദർശിച്ച വൈദ്യുതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പ്രവൃത്തി പുരോഗതി വിലയിരുത്തി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിവിൽ പ്രവൃത്തികൾ 20% പൂർത്തിയായതായും സെപ്റ്റംബറോടെ പ്രവൃത്തി കഴിയുമെന്നും പ്രവൃത്തി മേൽനോട്ടം വഹിക്കുന്ന NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് അധികൃതർ മന്ത്രിയെ അറിയിച്ചു. സിവിൽ പ്രവൃത്തി പൂർത്തിയായാൽ ഉടൻ പദ്ധതിക്ക് വേണ്ട ഉപകരണങ്ങൾ എത്തിക്കും. തുടർന്ന് 1.5 മാസത്തിനുള്ളിൽ മുഴുവൻ പ്രവൃത്തിയും പൂർത്തിയാക്കി ഡിസംബർ ആദ്യവാരം കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 40 മെഗാവാട്ട് 160 MWH ആണ് ശ്രീകണ്ഠപുരം പദ്ധതിയുടെ ശേഷി. രാത്രി 4 മണിക്കൂർ നേരം വിതരണം ചെയ്യാനാണ് പദ്ധതിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. സർക്കാർ സ്ഥലം മാത്രം വിട്ടു നൽകി സ്വകാര്യ കമ്പനി സൗരോർജ്ജം സംഭരിച്ച് രാത്രിയിലെ 4 മണിക്കൂർ നേരം വിതരണം ചെയ്യുന്ന പദ്ധതിക്കായി. ഇതുമൂലം സർക്കാർ യൂണിറ്റിന് 7 രൂപയുടെ അടുത്ത് മാത്രമേ ചെലവ് വരുന്നുള്ളൂ. കേരളത്തിലെ ആദ്യത്തെ ബസ് പദ്ധതി കാസർഗോഡ് മൈലാട്ടിയാണ്. ഇതിനു പുറമെ കാസർകോട്ടെ മുള്ളേരിയിൽ 15 മെഗാവാട്ട് MWH ശേഷിയുള്ള മറ്റൊരു പദ്ധതിയും നിർമ്മാണ പദ്ധതിയിലാണ്. ശ്രീകണ്ഠപുരത്തെ KCB സബ്സ്റ്റേഷനോടനുബന്ധിച്ചുള്ള ഭൂമിയിലാണ് ബസ് പദ്ധതി പൂർത്തിയാക്കുന്നത്. മന്ത്രിയോടൊപ്പം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA, ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ EV രാമകൃഷ്ണൻ, NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ജനറൽ മാനേജർ അജയ് സെഹ്ഗാൾ, സീനിയർ മാനേജർ ശുഭദീപ് ഡെ, KSEB ഡയറക്ടർ രാജൻ MP, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരായ ആശ PA, ബാബു പ്രജിത്ത് KP, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ ബിജു മോഹൻ, KM അനൂപ് PK തുടങ്ങിയവരും ഉണ്ടായിരുന്നു. തിരുവോണ ബമ്പർ ലോട്ടറി പ്രകാശനം ചെയ്തു. ഒന്നാം സമ്മാനം 30 കോടിയാക്കി ഉയർത്തി. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണ ബമ്പർ ലോട്ടറി ജില്ലാതല പ്രകാശനം PR ചേംബറിൽ TO മോഹനൻ MLA നിർവഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലിഷ ദീപക് അധ്യക്ഷത വഹിച്ചു. ADM PN പുരുഷോത്തമൻ മുഖ്യാതിഥിയായി. ഓൾ കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് ജില്ലാ പ്രസിഡന്റ് PV സജേഷ്, ലോട്ടറി തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ മടപ്പള്ളി, ഓൾ കേരള ലോട്ടറി ട്രേഡേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി M മനോജ്, ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ MK രജിത് കുമാർ, ജില്ലാ ഭാഗ്യക്കുറി അസിസ്റ്റന്റ് ഓഫീസർ T പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒന്നാം സമ്മാനം 30 കോടി രൂപയാക്കി ഉയർത്തിയാണ് ഇത്തവണ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി പുറത്തിറക്കിയത്. 1 കോടി രൂപ വീതം 20 പേർക്ക് രണ്ടാം സമ്മാനം നൽകുന്നു. ഒന്നാം സമ്മാനത്തിന് അർഹമാകുന്ന ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന ഏജന്റിന് 3 കോടി രൂപ ഏജൻസി സമ്മാനമായി നൽകുന്നു. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ഇത്തവണ 22 കോടി പതികളെ സൃഷ്ടിക്കാൻ കഴിയുന്ന വിധമാണ് സമ്മാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മൂന്നാം സമ്മാനം 25 ലക്ഷം വീതം 20 പേർക്കും, നാലാം സമ്മാനം 5 ലക്ഷം രൂപ വീതം 10 പേർക്കും, അഞ്ചാം സമ്മാനം 2 ലക്ഷം രൂപ വീതം 10 പേർക്കും നൽകും. ഇതിനു പുറമെ 5000 മുതൽ 500 രൂപ വരെയുള്ള നിരവധി സമ്മാനങ്ങൾ നൽകുന്നു. ഏജന്റുമാർക്ക് ഡിസ്കൗണ്ട് നിരക്കിന് പുറമെ ഒരു ടിക്കറ്റിന് 1 രൂപ വീതം ഇൻസെന്റീവും ഇത്തവണ നൽകുന്നുണ്ട്. ഭാഗ്യക്കുറിയിൽ നിലവിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്ക് പുറമെ ഇത്തവണ ഫ്ലോറസെന്റ് മഷിയുള്ള അച്ചടി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10 പരമ്പരകളിലായി പുറത്തിറങ്ങിയ ടിക്കറ്റിന് ഒന്നിന് 500 രൂപയാണ് വില. സെപ്റ്റംബർ 26 ഭാഗ്യക്കുറി നറുക്കെടുക്കും. മഹാരാഷ്ട്രയിൽ വാഹനാപകടം, ലോറി കാറിലേക്ക് ഇടിച്ചു കയറി തീപിടിച്ചു, 6 മരണം. മഹാരാഷ്ട്രയിലെ വാർധ ജില്ലയിൽ മുംബൈ നാഗ്പൂർ സ്മൃതി എക്സ്പ്രസ് വേയിലുണ്ടായ വാഹനാപകടത്തിൽ 6 പേർ മരിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. എത്തനോൾ കൊണ്ടുപോവുകയായിരുന്ന കണ്ടെയ്നർ ലോറി മറിഞ്ഞതിനെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് മറ്റൊരു ട്രക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിന് പിന്നാലെ ഇരുവാഹനങ്ങളും അഗ്നിക്കിരയായി. കാറിലുണ്ടായിരുന്ന 4 യാത്രക്കാരും ട്രക്കിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ 2 പേരുമാണ് മരിച്ചത്.
അപകടത്തെ തുടർന്ന് എക്സ്പ്രസ് വേയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഹൈവേ സേഫ്റ്റി പട്രോൾ, വാർത്താ പോലീസ്, അഗ്നിശമന സേന എന്നിവർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. എത്തനോൾ തീപിടുത്ത സാധ്യതയുള്ള വസ്തുവായതിനാൽ അതീവ ജാഗ്രതയോടെയാണ് വാഹനങ്ങൾ മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചത്. നാഗ്പൂരിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്ന വാഹനങ്ങൾ നാഗ്പൂർ അമരാവതി ഹൈവേ വഴി തിരിച്ചുവിടാൻ പോലീസ് നിർദ്ദേശിച്ചു. 2025 സ്മൃതി എക്സ്പ്രസ് വേയിൽ 185 അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ 35% വർധനവാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി.